ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അല്ല, ഹൃതിക ഉണ്ടായിരുന്നപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് പരിഹാരം ഉണ്ടായത്? ഒന്നും അവള് ചെയ്തില്ലല്ലോ. ഞാൻ വന്നു കഴിയുമ്പോ കണ്ടോ എന്തൊക്കെ മാറ്റങ്ങളാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നേന്ന്. ഓ ശരി. രാധമ്മേ, രാധമ്മ എന്തെടുക്കോ? എന്തെടുക്കാനാ? പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ. ഞങ്ങൾ വന്നതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? രാധമ്മേ, ഞങ്ങള് വർമ്മ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. എന്റെ അമ്മ വർമ്മ സാറുമായിട്ട് സംസാരിച്ചു. എന്തിനെ കുറിച്ച്? എന്റെയും രാജുവിന്റെയും വിവാഹം നടത്തുന്നതിനെ കുറിച്ച്. നിങ്ങളുടെ വിവാഹോ? അതെ. നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വർമ്മ സാറുമായിട്ട് സംസാരിച്ചു. ഇവളുടെ നിർബന്ധം കൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ കാര്യത്തില് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിത് നഷ്ടക്കച്ചവടം. പിന്നെ ഇവൾ എന്നെ വിളിച്ചതുകൊണ്ടും വർമ്മ സാറിന്റെ അടുത്ത് പോയതുകൊണ്ടും വർമ്മ സാറ് പറഞ്ഞതുകൊണ്ടും മാത്രം ഞാൻ ഇതിന് സമ്മതിച്ചത്. ഇതാണോ വർമ്മ സാറ് നിങ്ങളെ വിളിച്ചു പറഞ്ഞത്? അതെ രാധമ്മേ. അപ്പോ എങ്ങനെ രാധമ്മേ, നമ്മളിത് നടത്തുമല്ലേ? ഹൃതിക മോളുടെ കാര്യം? അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ രാധമ്മേ. ഇനി അതും ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവളെ രാജു അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടില്ലേ? അവളുടെ വിവാഹം ആ ദീപകുമായിട്ട് ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചോ? എപ്പോ? അതൊക്കെ ഉടനെ നടക്കും. എല്ലാം വർമ്മ സാറിന്റെ തീരുമാനമാണ്. ആ തീരുമാനങ്ങൾക്കൊന്നും മാറ്റം വരാനും പോകുന്നില്ല. അതുകൊണ്ട് രാധമ്മ വെറുതെ മരുമോളായി മന്ത്രിയുടെ മകള് വരുമെന്ന് കരുതി സ്വപ്നം കണ്ടിരിക്കാതെ രാധമ്മ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. രാധമ്മയ്ക്ക് അറിയാലോ, ഞാൻ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഏറെക്കുറെ മാറും. അതുമല്ല, ഹരീഷിനോടും ശ്രീലക്ഷ്മിയോടും അമ്മ ക്ഷമിക്കുകയും ചെയ്യും. ഹരീഷിനോടും ശ്രീലക്ഷ്മിയോടും ഞാൻ ക്ഷമിക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അമ്മേ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ ആദ്യം ഇതൊന്ന് പറഞ്ഞ് സെറ്റിലാക്കട്ടെ. അപ്പോ രാധമ്മേ, പെണ്ണ് കാണലോ കല്യാണം ഉറപ്പിക്കലോ ഒന്നും വേണ്ട. വേണുങ്കിളിന് ജോത്സ്യരൊക്കെ അറിയാലോ. ഇനിയിപ്പോ വേണുങ്കിളിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങള് പോയി മറ്റൊരു ജോത്സ്യരെ കാണാം. എന്നിട്ട് ഞങ്ങൾ ജാതകം നോക്കി ഫിക്സ് ചെയ്തോളാം. നമുക്ക് ഉടനെ വിവാഹം നടത്തിയേക്കാം. എന്തു പറയുന്നു? എന്താ അമ്മേ? എടേ, രമ്യയുടെ രാജുവിന്റെ വിവാഹം നടത്തണമെന്നാ ഇവര് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ദേ പ്രിയ ചേച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതും വർമ്മ സാറിന്റെ അനുവാദത്തോടു കൂടി. അതുകൊണ്ട് വെറുതെ പ്രിയ ചേച്ചി അതിനിടയിൽ കയറി ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഇത് മുടങ്ങുമെന്ന് വിചാരിക്കണ്ട. അമ്മേ, ഇതെന്തൊക്കെയാ ഇവര് പറയുന്നേ? ഞാൻ എന്തു പറയാനാ മോളെ? ഇതാവും നമ്മുടെ വിധി. പിന്നെ എന്ത് വിധി? എനിക്കിതിന് സമ്മതമല്ല. അതിന് പ്രിയ ചേച്ചിയുടെ സമ്മതം എനിക്ക് വേണ്ട. എന്നെ താലി കെട്ടാൻ പോകുന്നതേ രാജുവാണ്. പ്രിയേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അമ്മേ, രാധമ്മയോടും വേണുങ്കിളിനോടും ക്ഷമ ചോദിച്ചേ. ക്ഷമയോ? ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ ഇവരോട് ക്ഷമ ചോദിക്കാൻ? ചോദിക്കമ്മേ. വേണുചേട്ടനോടും രാധമ്മയോടും ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ശരി രുക്മിണി, നിങ്ങൾ ചെല്ല്. രാധമ്മേ, ഞങ്ങൾ ഇറങ്ങുക.
ശരി. പ്രിയ ചേച്ചി, ഇനി വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പ്രിയ ചേച്ചിക്കും ജയൻ ചേട്ടനും ഒക്കെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വന്നു കഴിയുമ്പോ അതിനെല്ലാം പരിഹാരം ഉണ്ടാവും. അല്ല, ഹൃതിക ഉണ്ടായിരുന്നപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് പരിഹാരം ഉണ്ടായത്? ഒന്നും അവള് ചെയ്തില്ലല്ലോ. ഞാൻ വന്നു കഴിയുമ്പോ കണ്ടോ എന്തൊക്കെ മാറ്റങ്ങളാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നേന്ന്. ഓ ശരി. എന്തൊക്കെയാ വേണുവേട്ട ഇവിടെ നടക്കുന്നത്? എന്ത് ചെയ്യാനടി, നമ്മുടെ ചക്കം കാണിച്ച ഒരു ബുദ്ധിമോശം കാരണം പാവം ഹൃതികാമാരത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ദീപക്കുമായി വിവാഹം ഉറപ്പിച്ചതിൽ നിന്ന് രക്ഷപ്പെടാനാ ആ കുട്ടി ഇങ്ങോട്ട് ഓടി വന്നത്. നമ്മുടെ മകനെ ഹൃതികാമേടം ഒരുപാട് വിശ്വസിച്ചു. ആ വിശ്വാസമെല്ലാം അവൻ തകർത്ത് കളഞ്ഞു. വീണ്ടും ആ പാവത്തിനെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ പോകാണല്ലോ ദൈവമേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛാ? നമുക്ക് വർമ്മ സാറിനോടൊന്ന് സംസാരിച്ചാലോ? വർമ്മ സാറിനോട് നമ്മൾ സംസാരിച്ചിട്ട് എന്താ മോളെ കാര്യം? ഒരു കാര്യമില്ല. രാജു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടല്ലേ. അവന്റെ ജീവിതമല്ലേ. അവന്റെ ജീവിതത്തെ കയറി അഭിപ്രായം പറയാൻ നമുക്കാർക്കും അവകാശമില്ലല്ലോ. രാജു സാറേ, ഒന്നവിടെ നിന്നേ. എന്താ ദീപക്? അല്ല, അങ്ങനെ കളി അങ്ങ് അവസാനിച്ചു, നീ കളിന്ന് പുറത്തുപോയി. ഇനിയിപ്പോ ഈ ദീപകിന്റെ സമയല്ലേ? സമയം? ദീപകിന്റെ എന്ത് സമയം? എടാ, ഹൃതികയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ നീയല്ല, നിന്നെ പോലെ 10 എന്റെ മുന്നിൽ വന്ന് നിന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എല്ലാ പ്രതിസന്ധികളെയും ഈ ദീപക് മറികടന്നിരിക്കും. ആ, നീ എന്താന്ന് വെച്ചാ ചെയ്യ. ഏയ്, നിക്കടാ അവിടെ. നിന്നോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. അത് മുഴുവനൊന്ന് കേക്ക്. വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നീ മാറിയിക്ക്. ഇല്ല രാജു, നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് നിന്നോട് പറയാനുള്ളത് നിനക്കൊരു ഉപദേശമായിട്ടും എടുക്കാം, ഭീഷണിയായിട്ടും എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം.